കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ സുരക്ഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരാണ് ഹർജി നൽകിയത്. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭീഷണി നേരിടുന്നുവെന്നാണ് ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്പ്യാർ, വെള്ളിയാഴ്ച കേരള സർവകലാശാല സെനറ്റ് യോഗം ചേരാനിരിക്കെ തന്നെയാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. പോലീസ് സംരക്ഷണം വേണമെന്നുള്ളതാണ് ഈ ഹർജിയിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. SFI, DYFI, CPM ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വലിയ രീതിയിൽ ഭീഷണി നേരിടുന്നുണ്ട്. യാതൊരു കാരണവശാലും ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കുവാനോ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് ഉള്ളിലേക്ക് കടത്തിവിടാനോ അനുവദിക്കില്ല എന്നുള്ളൊരു ഭീഷണി ഈ 3 പേരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള ഹർജിയിൽ പറയുന്നത്. നേരത്തെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ അടക്കം അപേക്ഷ നൽകിയെങ്കിലും യാതൊരു തരത്തിലും ഇടപെടൽ ഉണ്ടായില്ല. തുടർന്നാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്നും ഹർജിക്കാർ വാദം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നേരത്തെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനെത്തിയ അംഗങ്ങളെ, ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളെ തടഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കേരള യൂണിവേഴ്സിറ്റിയിലും ആവർത്തിക്കുമെന്നാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രസ്തുത ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. നാളെ വീണ്ടും ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ സമയമായിരിക്കും ഹൈക്കോടതി ഈ പോലീസ് സംരക്ഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങൾക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ബാലൻ പൂതേരി അടക്കമുള്ള സെനറ്റ് അംഗങ്ങൾക്ക് ഹൈക്കോടതി പോലീസ് സംരക്ഷണം ഉറപ്പാക്കിയിരുന്നു. എന്തായാലും ഈ SFI, DYFI, CPM ജില്ലാ സെക്രട്ടറിമാരെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നാളെ സർക്കാരിന്റെ നിലപാട് കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അനിൽ. നന്ദി രേഷ്മ. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ സുരക്ഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരാണ് ഹർജി നൽകിയത്. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭീഷണി നേരിടുന്നു എന്നാണ് ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബു, കൊച്ചിയിൽ നിന്നും.